പത്തനംതിട്ട പെരിനാട് CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ നിഖിലേഷ് CITUവിൽ മാത്രം പ്രവർത്തിച്ച വ്യക്തിയെന്ന നിഖിലേഷിന്റെ അമ്മ. മരിച്ച ജിതിനും പ്രതിചേർക്കപ്പെട്ട വിഷ്ണുവും ഉറ്റ ചങ്ങാതിമാരാണ്. CITU ടിപ്പർ അസോസിയേഷന്റെ പ്രവർത്തകനാണ് നിഖിലേഷ്. ടിപ്പർ ലോറിയുടെ ആവശ്യത്തിനാണ് CITUവിൽ ചേർന്നത്. CPMുകാർ പറയുന്നത് പോലെ RSSൽ നിഖിലേഷ് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല എന്നും നരേഷിന്റെ അമ്മ മിനി പറഞ്ഞു. അല്ല സാറേ, CITUവിൽ അവന് ടിപ്പർ എടുത്തപ്പം ടിപ്പർ അസോസിയേഷനിൽ ചേരണമെന്ന് പറഞ്ഞ് അവിടെ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിപ്പർ അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിയിലും ആ സംഘടനയിലെ ആ ടിപ്പർ അസോസിയേഷനിൽ പോയതും അന്നാണ്ട് അവിടെ ഒരു അടി നടന്നപ്പം ഈ ശ്യാമെന്ന് പറയുന്ന മെമ്പറിനെ ഒക്കെ എടുത്ത് അവർ കാണാനും ഒക്കെ പോയത്. ആശൻ മെമ്പറിനൊക്കെ അടി കിട്ടിയപ്പോൾ അങ്ങനെ അവർ ടിപ്പർ അസോസിയേഷൻ വെച്ചാൽ പോയത്. അന്നേരം ഞാൻ പറഞ്ഞു, കുഞ്ഞെ പാർട്ടിയിലൊന്നും ഞാനൊരു പാർട്ടിയിലും പോകത്തില്ല മച്ചി, എൻ്റെ ടിപ്പർ അസോസിയേഷനിലെ ആളാ, അപ്പൊ ഞാൻ പോകണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ മാത്രമേ അവൻ പോയിട്ടുള്ളൂ. അല്ലാതെ ഒരു കോടി പോലും പിടിക്കാൻ ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും പോയിട്ടില്ല. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, അവസാന നിമിഷവും CPMന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു. കാരണം RSS ആണ് ഇതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 8 പ്രതികൾ CPM പ്രവർത്തകർ പിടിയിലായതിനു ശേഷവും CPMന്റെ പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ വാദങ്ങളെയെല്ലാം പൊളിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളല്ലേ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്? ദേവിക, ഇന്നലെ സംഭവം നടന്ന തൊട്ട് പിറകെ തന്നെ CPM ജില്ലാ സെക്രട്ടറി ഈ സംഭവത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണെന്നുള്ള ആരോപണവുമായി വരുന്നു. പിന്നീട് സംസ്ഥാന വ്യാപകമായി ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയായിരുന്നു. പിന്നീട് തെളിഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള 2 പ്രതികൾ, 3 പ്രതികൾ, ഒന്നാം പ്രതി നിഖിലേഷ്, 4ാം പ്രതി സുമിത്, 7ാം പ്രതി മിഥുൻ, 3 പേരും CPM പ്രവർത്തകരാണ്. സജീവമായിട്ട് CPMന്റെയും CPM പോഷക സംഘടനകളുടെയും ഭാരവാഹിത്വ ചുമതലകൾ ഏറ്റെടുത്ത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. അപ്പോഴും CPM പ്രവർത്തകർ ഇത് RSS BJP പ്രവർത്തകർ നടത്തിയ കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചാരണം വ്യാപകമായി അഴിച്ചുവിടുന്ന നിലപാട് വീണ്ടും തുടരുകയായിരുന്നു. ഇവരുടെ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ, ഒന്നാം പ്രതി നിഖിലേഷ് ടിപ്പർ അസോസിയേഷന്റെ പെരുന്നാട്ടുള്ള സജീവ പ്രവർത്തകനായിരുന്നു എന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. ഇപ്പോൾ നിഖിലേഷിന്റെ അമ്മ മിനിയും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. തന്റെ മകൻ CITU എന്ന സംഘടനയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടില്ല, മറ്റൊരു സംഘടനയുടെയും ഭാഗമായിട്ടില്ല, BJPയോ RSSമായിട്ടോ യാതൊരുവിധ ബന്ധവും നിഖിലേഷിന് ഇല്ല എന്നുള്ള കാര്യം നിഖിലേഷിന്റെ അമ്മ ഓമന ഉറപ്പിച്ചു പറയുന്നു. ആകെ നിഖിലേഷ് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് CITUവിന് വേണ്ടിയാണ്. ടിപ്പർ ഉണ്ടായിരുന്നു. ടിപ്പർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ആവശ്യമായിട്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് CITUവിൽ ചേരുന്നത്. CITUവിന്റെ സജീവ പ്രവർത്തനമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം നിഖിലേഷിന്റെ അമ്മ പറയുന്നു. ഒപ്പം തന്നെ സുമിത് 4ാം പ്രതിയാണ്. DYFIയുടെ പ്രാദേശിക ഭാരവാഹിത്വമുള്ള ആളാണ്. ഒപ്പം 7ാം പ്രതി മിഥുൻ DYFIയുടെ മേഖലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ 3 പ്രതികളും CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണെന്നിരിക്കെയാണ് വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണം CPM നടത്തുന്നത്. ശരി മിഥുൻ.